നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന്റെ പ്രോജക്റ്റിന് മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിന്റെ അംഗീകാരം. വെള്ളിയാഴ്ച ചേർന്ന അടിയന്തര മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിലാണ് 2025-2026 വാർഷിക പദ്ധതി ഭേദഗതിയിൽ ഉൾപ്പെടുത്തി ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന്റെ പ്രോജക്റ്റിന് അംഗീകാരം നൽകിയത്. നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും 1,70,00,000 രൂപയും വായ്പയായി 15,30,00,000 രൂപയുമാണ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണത്തിന് 19,17,00,000 രൂപയുടെ പ്രോജക്റ്റിനും കൗൺസിൽ യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട്. 2026-2027 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് സമയക്രമത്തിനും കൗൺസിൽ യോഗം രൂപം നൽകിയിട്ടുണ്ട്. തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി വേണമെന്ന് LDF BJP അംഗങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലായിരിക്കുന്നതിനാൽ പ്രായോഗികമായി സ്വീകരിക്കാവുന്ന നടപടികൾ എടുക്കുമെന്ന് ചെയർമാൻ MP ജാക്സൺ കൗൺസിൽ യോഗത്തെ അറിയിച്ചു. യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ചു. ഞങ്ങൾ നായകി കൗൺസിലിംഗ് നടത്തുമ്പോൾ ചോദിച്ചു, പല ചോദ്യങ്ങളും ചോദിക്കുന്നില്ല. പക്ഷെ അതിനൊരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി വരും. ഷെൽട്ടർ അനുവദനീയമാണോ അല്ലെന്നുള്ളത് സുപ്രീം കോടതി ഉത്തരവ് കൂടി വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഷെൽട്ടറിലേക്ക് നായകളെ മാറ്റണം. അതേപോലെ ABC ഒരു കാര്യമില്ല, ഷെൽട്ടറിൻ്റെ ആൾക്ക് തന്നെയാണ്. LDF തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി 6-ന് ഇരിങ്ങാലക്കുടയിൽ സ്വീകരണം നൽകും. ജാഥ സ്വീകരണത്തിന് ഇരിങ്ങാലക്കുട മണ്ഡലം തല സംഘാടക സമിതി രൂപീകരിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം TK സുധീഷ്, പ്രൊഫസർ KU അരുണൻ, RJD ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പാപ്പച്ചൻ വാഴപ്പള്ളി, ജനതാദൾ S മണ്ഡലം പ്രസിഡന്റ് രാജു പാലത്തിങ്കൽ, INL മണ്ഡലം പ്രസിഡന്റ് റഷീദ് കാട്ടൂർ, CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഉല്ലാസ് കളക്കാട് സ്വാഗതവും TK വർഗീസ് നന്ദിയും പറഞ്ഞു. P മണി ചെയർമാനും ഉല്ലാസ് കളക്കാട് കൺവീനറും VA മനോജ് കുമാർ ട്രഷററുമായി സംഘാടക സമിതി രൂപീകരിച്ചു. ഫെബ്രുവരി 6-ന് ഉച്ചതിരിഞ്ഞ് 3-ന് മുനിസിപ്പൽ മൈതാനിയിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുക. മൂന്നാം ഊഴത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ തലമുറയ്ക്ക് മാത്രമല്ല, ജനിക്കാനിരിക്കുന്ന, വരാനിരിക്കുന്ന, ഇതുവഴിയേ കടന്നു വരാനിരിക്കുന്ന ഒരുപാട് തലമുറകൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം അത്രയേറെ അനിവാര്യമാണ് എന്നത് പറയേണ്ടതില്ല. അപ്പോൾ ഒരുപാട് ജാഥകൾ കണ്ടതുപോലെ ഒരു ജാഥയല്ല ഈ വരാനിരിക്കുന്ന ജാഥ എന്നത്. അതിനെ ഉജ്ജ്വലമായി വിജയിപ്പിക്കേണ്ടത് നമ്മുടെ അനിവാര്യതയും നമ്മുടെ ആവശ്യവുമാണ് എന്ന് ഉള്ളിൽ തട്ടി നമുക്കാകെ നേതൃത്വത്തിനും അണികൾക്കും പ്രവർത്തകർക്കും ആകെ തോന്നേണ്ടതുണ്ട്. ഒരു കാര്യം, പണ്ട് നാം കേട്ട ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു വിമർശനം, ഇടതുപക്ഷത്തിന് ശക്തമായ ഭദ്രമായ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുന്നവരല്ല ഇടതുപക്ഷം എന്നാണ്. ഇടതുപക്ഷം എപ്പോൾ അധികാരത്തിൽ വന്നുണ്ടോ കുറച്ചു കാലം കഴിയുമ്പോൾ ആ ഗവൺമെന്റ് പോകും. ഇപ്പോ പല കാരണങ്ങൾ കൊണ്ട് ഇടതുപക്ഷത്തിന് ശക്തമായ ഭദ്രമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയില്ല എന്നായിരുന്നു ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷത്തിന്റെ വിരോധികൾ, വലതുപക്ഷക്കാരുടെ വിമർശനങ്ങളിൽ, പഴയകാലത്ത് കേട്ട വിമർശനങ്ങളിൽ സുപ്രധാനമായ ഒരു വിമർശനം അതായിരുന്നു ഇടതുപക്ഷത്തിന്
ശക്തമായ ഒരു ഗവൺമെന്റ്, ഭദ്രമായ ഒരു ഗവൺമെന്റ് സൃഷ്ടിക്കാൻ കഴിയില്ല, അതിനെ നയിക്കാൻ കഴിയില്ല. ഇപ്പൊ ആ വിമർശനം ആരെങ്കിലും പറയുന്നുണ്ടോ? അതുമാത്രമല്ലല്ലോ, കേരളത്തിന്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിന്റെ ഗതിക്രമം മാറ്റിയ പക്ഷത്തിന്റെ പേരാണ് ഇടതുപക്ഷം. ഇരിങ്ങാലക്കുട പ്രതീക്ഷാ ഭവന്റെ വാർഷികാഘോഷ പരിപാടികൾ രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ റാണി സക്രിയാസ്, കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോണി പോൾ മാവേലി, PTA പ്രസിഡന്റ് PC ജോർജ്, പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് മദർ ലുസീന, പ്രതീക്ഷാ ഭവൻ മദർ സുപ്പീരിയർ മദർ സീമ പോൾ എന്നിവർ പ്രസംഗിച്ചു. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടുകൂടിയും ചെയ്യുക. റോമക്കാരുടെ ലേഖനത്തില് 12-ാം അധ്യായത്തിലെ 8-ാം വാക്യത്തില് നാം വായിക്കുന്നതാണ്. ഈ 3 കാര്യങ്ങളും സമ്യക്കായിട്ട് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്ന ഒരിടമാണ് ഈ പ്രതീക്ഷാ ഭവൻ. ഈ പ്രതീക്ഷാ ഭവനിലെ സിസ്റ്റേഴ്സ്, പ്രിൻസിപ്പൾ തുടങ്ങി സ്റ്റാഫ് അംഗങ്ങള് അവർ ചെയ്യുന്ന കാരുണ്യം അത് പ്രസന്നതയോടുകൂടെ അവർ നിർവഹിക്കുന്നു. ഈ പ്രതീക്ഷാ ഭവനം കഴിഞ്ഞ 39 വർഷങ്ങളായിട്ട് നേതൃത്വം നൽകുന്ന ഡീപോൾ ചാരിറ്റി കോൺഗ്രിഗേഷന്റെ ഡീപോൾ പ്രൊവിൻസ് വളരെ തീഷ്ണതയോടുകൂടെ വളരെ ആത്മാർത്ഥതയോടുകൂടെ നേതൃത്വം നൽകുന്നു. ഇപ്പോൾ നമ്മുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലുസീനയുടെ നേതൃത്വത്തിലുള്ള ടീമും വളരെ വളരെ തീഷ്ണതയോടുകൂടെ നേതൃത്വം കൊടുക്കുന്നു. ഈ പ്രതീക്ഷാ ഭവനിലെ 200 കുട്ടികൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകാൻ ഒരുപാട് പേര് ഔദാര്യത്തോടുകൂടെ ദാനം ചെയ്യുന്നു. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടുകൂടെ ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇത് 3ഉം യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്ന ഒരിടമാണ് ഈ കലാലയം. വണങ്ങിടുന്നു ഭക്ത്യാദരാലങ്ങേ പാദാന്തികേ അഖിലാണ്ഡമെങ്ങും അദൃശ്യ സാന്നിധ്യമായി വിളങ്ങും മഹേശ്വര നമോ നമോ. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് സ്വാശ്രയ കൊമേഴ്സ് ഫിനാൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോറൻസ് 2026 ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് മത്സരം സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥിയായും ചന്ദ്രിക എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാനുമായ ഡോക്ടർ CK രവിയെ ആദരിച്ചു. വിദ്യാർത്ഥികളുടെ ബൗദ്ധിക ശേഷി, നേതൃഗുണങ്ങൾ, ആശയവിനിമയ കഴിവുകൾ, സൃഷ്ടിപരമായ ചിന്ത എന്നിവ വിലയിരുത്തുന്നതിനായി ഗ്രൂപ്പ് ഡിസ്കഷൻ, നിമിഷ പ്രസംഗം, നേതൃത്വ കഴിവ്, ക്രിയേറ്റിവിറ്റി റൗണ്ട്, കോർപ്പറേറ്റ് വാക്ക്, ഉപന്യാസ മത്സരം, സ്ട്രെസ് ഇൻ്റർവ്യൂ തുടങ്ങി വിവിധ ഘട്ടങ്ങളിലായാണ് മത്സരം. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ബെസ്റ്റ് സ്റ്റുഡൻ്റായി V ദേവനാരായണൻ, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അന്ന സജീവിനെയും തെരഞ്ഞെടുത്തു. വിജയികൾക്ക് ഡോക്ടർ CK രവി പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, CMI കോർഡിനേറ്റർ ഡോക്ടർ T വിവേകാനന്ദൻ, ഡിപ്പാർട്ട്മെന്റ് മേധാവി അസോസിയേറ്റ് പ്രൊഫസർ KJ ജോസഫ്, കൊമേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ശ്രുതി VS എന്നിവർ പ്രസംഗിച്ചു.
കല്ലേറ്റുകര ഉണ്ണി മിശിഹ ദേവാലയത്തിലെ തിരുനാൾ ജനുവരി 26, 27, 28 തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 26-ന് അമ്പു തിരുനാൾ ദിനത്തിലെ രാവിലെ 7-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്കും നേർച്ച പന്തലിലെ തിരുസ്വരൂപ പ്രതിഷ്ഠയ്ക്കും സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ നവീൻ ഊക്കൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജനുവരി 27-ന് തിരുനാൾ ദിനത്തിൽ രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാന തുമ്പൂർ ഇടവക വികാരി ഫാദർ സിബു കള്ളാപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചതിരിഞ്ഞ് തിരുനാൾ പ്രദക്ഷിണം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, ലേസർ മാപ്പിംഗ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നിവ നടക്കും. അസിസ്റ്റന്റ് വികാരി ഫാദർ ജിതിൻ പുന്നശ്ശേരി, ജനറൽ കൺവീനർ ജോബി മാത്യു, ജോയിന്റ് കൺവീനർ ജോസ് മാത്യു, ദിവ്യ ഷിജോ, ജോസ് ചെമ്പൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഈ വർഷത്തെ തിരുനാൾ 18-ാം തീയതി, ജനുവരി 18-ാം തീയതി കോട്ടപ്പുറം രൂപതയുടെ മെത്രാൻ ബിഷപ്പ് അംബ്രോസ് പുത്തൻ വീട്ടിൽ പതാക ഉയർത്തി, കൊടിയുയർത്തി തുടക്കം കുറിച്ചു. ഇനി ഏറ്റവും ആഘോഷമായ ദിവസങ്ങൾ 26, 27, 28 തീയതികളാണ്. ആ തിരുനാളിൻ്റെ ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. 26-ാം തീയതിയാണ് അമ്പ് എഴുന്നള്ളിപ്പ്. എല്ലാ ഭവനങ്ങളിലേക്കും ഉണ്ണീശോയെ സെബസ്ത്യാനോസിൻ്റെ അമ്പ് കൊണ്ടുപോകുന്നു. ഒപ്പം ഉണ്ണീശോയുടെ രൂപം പള്ളിയുടെ അൾത്താരയുടെ ഏറ്റവും മുകളിൽ നിന്നും താഴേക്ക് ഇറക്കി കൊണ്ടുവരുന്ന വലിയ വളരെ ഭക്തിനിർഭരമായ ഒരു ചടങ്ങ് കൂടി അന്നുണ്ട്. അന്ന് വൈകുന്നേരം എല്ലാ യൂണിറ്റുകളിലെ അമ്പുകളും കൂടി രാത്രി 11 മണിയോടുകൂടി പള്ളിയിൽ തിരിച്ചെത്തുന്നു. പിറ്റേ ദിവസം രാവിലെ, തിരുനാൾ ദിവസം രാവിലെ 5:45-നും 7 മണിക്കും 2 ദിവ്യബലികൾ. ആഘോഷമായ തിരുനാൾ കുർബാന രാവിലെ 10 മണിക്കാണ്. ഉച്ച കഴിഞ്ഞ് 3 മണിക്കുള്ള കുർബാനയ്ക്ക് ശേഷമാണ് വളരെ ഭക്തിനിർഭരമായ പ്രദക്ഷിണം. കല്ലേറ്റുങ്കര വീഥികളിലൂടെയുള്ള ഉണ്ണീശോയുടെയും വിശുദ്ധരുടെയൊക്കെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം സമാപിക്കുമ്പോൾ ഷോ, നമ്മൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, അത് കല്ലേറ്റുങ്കരയുടെ ഇപ്പോൾ എല്ലാ വർഷത്തെയും പോലെ പ്രത്യേകതകളോടുകൂടി തന്നെ ഈ വർഷവും അത് ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.